ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള അറിവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്ന ഡേറ്റ് 2 ദിവസം മുമ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജൂൺ 12 തീയതി രാത്രിയാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നത്. ഓഗസ്റ്റ് 31 വരെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ വെച്ചിട്ട് താരങ്ങൾക്ക് വേണമെങ്കിൽ കൂടുവിട്ട് കൂടുമാറ്റം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഓപ്പൺ ആയി, പക്ഷേ ട്രാൻസ്ഫർ ആവുന്ന പ്ലേയേഴ്സിനെ എടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കൊൽക്കത്ത ഫുട്ബോൾ ലീഗിന് തങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നും ഡ്യൂറന്റ് കപ്പിന് തങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഡ്യൂറന്റ് കപ്പ് കളിക്കാനുള്ള വില്ലിംഗ്നെസ് ഓൾറെഡി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ മോഹൻ ബഗാന്റെ കാര്യം ഓക്കെയാണ്, ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം ഓക്കെയാണ്. മറ്റ് ക്ലബ്ബുകളുടെ കാര്യത്തിൽ, ലീഗിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ കൺഫർമേഷൻ വരാതെ അവരാരും താരങ്ങളെ എടുക്കാൻ സമ്മതിക്കുകയില്ലയോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഏതായാലും ജൂൺ 12 മുതൽ ഇന്ത്യയിലെ ട്രാൻസ്ഫർ